me. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റൂഫ് ബാർ ഇൻസ്റ്റാളേഷനാണ്. അപ്പോൾ നമ്മളിപ്പോൾ സ്ഥിരം വണ്ടികളിൽ കാണാറുണ്ട് റൂഫിലൊരു ബാർ വച്ചിരിക്കുന്നത്. കാര്യമായിട്ടുള്ള യൂസൊന്നും ഇല്ല, ഒരു ലുക്സിന് വേണ്ടിയാണ് നമ്മളിത് ഫിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ ഫങ്ഷണലായിട്ടുള്ളത് മേടിക്കണമെങ്കിൽ കുറച്ചധികം പൈസയാവും. ഇത് ഞാൻ ഇവിടെ തൊട്ടടുത്തുള്ള ലോക്കൽ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. ഒറ്റ പീസിന് 1800 രൂപയാണ്, 2 പീസ് സെറ്റ് ആകുമ്പോൾ 3400 രൂപയാവും. അപ്പോൾ ഇതിൽ ഇനി എന്തൊക്കെ വരുന്നെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ബാർ തന്നെ നോക്കാം. അപ്പോൾ ഇങ്ങനത്തെ ബാറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കണ്ടില്ല, ഇവിടെ കാണുമ്പോഴേ അറിയാം വലിയ തിക്നെസ് ഒന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും വെയിറ്റ് മേളിൽ വെച്ച് കഴിഞ്ഞാൽ ബെൻഡ് ആവാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് വാങ്ങണമെങ്കിൽ തന്നെ നമുക്കൊരു 10-12 രൂപ എന്തായാലും വേണം. ഈ ബാറിൽ ആകെ ഉള്ളത് 2 സൈഡിലായിട്ട് 2 സ്ലോട്ടുണ്ട്. ഈ കാണുന്നത് 2 അറ്റത്തുമുണ്ട്. ഈ സ്ലോട്ടിലാണ് നമ്മൾ ഈ ക്രോസ് ബാറിൻ്റെ ക്ലാമ്പ് ഫിക്സ് ചെയ്യുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പുറത്ത് മാത്രമേ പെയിൻ്റ് ഉള്ളൂ, അകത്ത് പെയിൻ്റ് അടിച്ചിട്ടില്ല. പെയിൻറ്റ് ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും, പെട്ടെന്ന് തുരുമ്പിക്കാതിരിക്കും. അടുത്തായിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള സെറ്റാണ്. ഇതിപ്പോൾ ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു പാക്കിങ്ങിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഈ കവറിനകത്താണ് ഇതിൻ്റെ ബാലൻസ്, ക്ലാമ്പ്, ബോൾട്ട്, പിന്നെ വാഷർ, പിന്നെ സ്ലീവ്, ഇതെല്ലാം കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ക്ലാമ്പ്. ഇതൊക്കെ നമുക്കൊന്ന് ഫസ്റ്റ് അറേഞ്ച് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത്രയും സാധനമാണ് നമുക്ക് ഈ റൂഫ് ബാറിൻ്റെ കൂടെ കിട്ടുന്നത്. ഇതിൽ നോക്കിയാൽ കാണാം കുറച്ച് ബോൾട്ടും ക്ലാമ്പും സ്ലീവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂഫ് ബാറിൻ്റെ മെയിൻ ക്ലാമ്പ്. ഈ ക്ലാമ്പാണ് നമ്മൾ ബാറിൽ ഫിക്സ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ബാർ മെയിനായിട്ട് സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത്. ഇത് നമ്മുടെ ബാർ നമ്മുടെ വണ്ടിയിലുമായിട്ട് ഫിറ്റാക്കുന്ന ഒരു ക്ലാമ്പാണിത്. ഇതാണ് നമ്മൾ വണ്ടിയുടെ ബോഡിയിൽ ഫിക്സ് ചെയ്യുന്നത്. ഇത് വണ്ടിയുടെ ബോഡിയിൽ വയ്ക്കുന്ന ക്ലാമ്പ് ടൈറ്റ് ചെയ്യുന്ന ഒരു നട്ടാണ്. സംഭവം ഇത് ടൈറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ റാക്ക് ബോഡി നമ്മുടെ വണ്ടിയിൽ കൂടുതൽ ടൈറ്റായിട്ട് ഫിറ്റായിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ടൈറ്റിലാണ് നമ്മുടെ ബാർ വണ്ടിയിൽ പിടിച്ചിരിക്കുന്നത്. പിന്നെ കാണുന്ന ഇതിൻ്റെ ബോൾട്ടും വാഷറും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ കൂടെ കിട്ടുന്ന എല്ലാം സംഭവം ഒരു ലോക്ക് ടൈപ്പ് ആയിട്ടുള്ള പരിപാടിയാണ്. ഫുള്ള് അലൻ ബോൾട്ടൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ചെറിയ പരിപാടിക്ക് വേണ്ടിയുള്ളതാണ്, ലുക്സിന് വേണ്ടി മാത്രമേ പറ്റത്തുള്ളൂ. ഇത് അപ്പോൾ ഈ നമ്മുടെ ബോൾട്ടും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിയാം, അധികം വെയിറ്റൊന്നും താങ്ങാത്തതാണ്. പിന്നെ ഈ വാഷർ ഒരു നട്ടുമായിട്ടാണ് യൂസ് ചെയ്യാൻ പറ്റും. ഈ വാഷറിനകത്ത് തന്നെ ത്രെഡുണ്ട്. അപ്പോൾ അതിനകത്താണ് നമ്മുടെ ബോൾട്ടൊക്കെ പിടിപ്പിച്ച് വയ്ക്കുന്നത്. ഇത് എൻ്റെ കൂടെ കിട്ടിയ റബ്ബർ സ്ലീവാണ്. ഇത് വണ്ടിയുടെ ബോഡി സ്ക്രാച്ച് ആവാതിരിക്കാനൊക്കെ ഈ ക്ലാമ്പ് ഫിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്ക്രാച്ച് ആവും. അപ്പോൾ അതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാനാണ് ഈ റബ്ബർ സ്ലീവ്. ഇത് ബാക്കിയുള്ള ക്ലാമ്പിൻ്റെ സ്ലീവാണ് അടിയിൽ വരുന്നത്. ഈ ക്ലാമ്പിൻ്റെ അടിയിൽ വരുന്ന സ്ലീവാണിത്. അപ്പോൾ സ്ക്രാച്ച് ആവാതിരിക്കാനുള്ള ഒരു ഇത് മാത്രമാണ്. വില കൂടിയ റാക്കിനകത്തൊക്കെ നമുക്ക് ഫോമൊക്കെ കിട്ടും. ഫോമൊക്കെ വെച്ച് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ക്രോസ് ബാറിൻ്റെ അറ്റത്ത് ഫിറ്റ് ചെയ്യുന്നൊരു എൻഡ് ഗ്യാപ്പ് പോലത്തെ ഒരു സാധനമാണ്. ഇത് ഇടുന്ന വഴി നമുക്ക് ബാറിനകത്ത് വെള്ളം കയറുന്നതൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഇത് ഫിക്സ് ചെയ്യുന്ന സമയത്ത് എന്തായാലും സൂപ്പർ ഗ്ലൂ വെച്ച് വല്ലതും ഒട്ടിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും കടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ അവിടെ കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്കിത് അസംബിൾ ചെയ്യാം. അസംബിൾ ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ ക്ലാമ്പിലെല്ലാം നമുക്ക് അതിൻ്റെ റബ്ബർ സ്ലീവ് ഇടാം. അപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് എങ്ങാനും സ്ക്രാച്ചായി കഴിഞ്ഞാൽ പെയിൻറ്റ് ഡാമേജ് ആവത്തില്ല. അപ്പോൾ സ്ലീവ് ഇടുന്നതിന് സ്ലീവിനകത്ത് തന്നെ ഒരു ലെഗ് മാതിരി ഒരു സാധനമുണ്ട്. ക്ലാമ്പിനകത്ത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഹോളുണ്ട്. അപ്പോൾ ആ സ്ലീവിനകത്തുള്ള ലെഗ് കറക്റ്റായിട്ട് ആ ക്ലാമ്പിനകത്തുള്ള ഹോളിനകത്ത് കയറ്റിയിടുക. ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോയിരിക്കാൻ ഈ ലെഗ് ഉപയോഗിക്കാം. അപ്പോൾ ഈ ലെഗ് ഉണ്ടായതുകൊണ്ട് സ്ലീവ് എങ്ങും നിരങ്ങി പോകത്തില്ല, ക്ലാമ്പിൽ തന്നെ പിടിച്ചു നിന്നോളും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാമ്പ് എടുക്കാം.
ഈ ക്ലാമ്പിലും നമ്മൾ നേരത്തെ റബ്ബർ സ്ലീവ് ഇട്ട മാതിരി ഈ ക്ലാമ്പിൻ്റെ റബ്ബർ സ്ലീവും ഇതിനകത്ത് ഫിക്സ് ചെയ്യുക. ഇപ്പോൾ റബ്ബർ സ്ലീവിനകത്ത് ഒരു സ്ലോട്ട് മാതിരി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ആ സ്ലോട്ടാണ് മുമ്പത്തെ സ്ലീവിൽ ലെഗിന് പകരമായിട്ട് ഈ സ്ലീവിനകത്തുള്ളത്. അപ്പോൾ ആ സ്ലോട്ടിനകത്തോട്ട് കറക്റ്റ് നമ്മുടെ ഈ ക്ലാമ്പ് ഇറക്കി വയ്ക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് അതിൽ ഫിറ്റായി തന്നെ നിന്നോളും, നീങ്ങിപ്പോകാൻ ചാൻസ് വരത്തില്ല. അപ്പോൾ നല്ലപോലെ സ്ലീവ് അതിൽ പിടിപ്പിച്ച് വയ്ക്കുക. അപ്പോൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ റാക്ക് അസംബിൾ ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ക്ലാമ്പെല്ലാം റാക്കിൽ അസംബിൾ ചെയ്തിട്ട് വേണം നമുക്ക് വണ്ടിയിൽ ഫിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്കിവിടെ ഒരു പ്ലേറ്റ് വാഷർ കിട്ടും. ഈ പ്ലേറ്റ് വാഷറിനകത്ത് തന്നെ ത്രെഡൊക്കെ ഉണ്ട്. ഈ ത്രെഡിനകത്താണ് നമ്മൾ ഈ അലൻ ബോൾട്ട് വെച്ച് നമ്മുടെ മെയിൻ ക്ലാമ്പ് ബാറുമായിട്ട് ടൈറ്റ് ആക്കി വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്രോസ് ബാർ എടുത്തിട്ട് അതിൻ്റെ ഒരറ്റത്തുകൂടി ഈ പ്ലേറ്റ് വാഷർ അകത്തേക്ക് കയറ്റുക. എന്നിട്ട് ആ പ്ലേറ്റ് വാഷറിൻ്റെ ഹോള് നമ്മുടെ ആ സ്ലോട്ടിൽ കൂടെ പുറത്ത് കാണുന്ന രീതിയിലാക്കി വെക്കണം. എന്നിട്ട് നമ്മുടെ ക്രോസ് ബാറിൻ്റെ മെയിൻ ക്ലാമ്പ് എടുത്തിട്ട് ഈ കാണുന്ന രീതിയിൽ ക്ലാമ്പിൻ്റെ ഏറ്റവും മേളത്തെ അറ്റത്തുള്ള ഹോളിനകത്ത് വേണം നമ്മൾ ബോൾട്ട് ഇടാൻ. ഇപ്പോൾ ഈ ക്ലാമ്പിൽ തന്നെ കുറേ ഹോൾസ് ഉണ്ട്. അതെല്ലാം നമ്മുടെ പല പല ടൈപ്പ് ക്രോസ് ബാർസിന് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ കുറച്ചധികം ഹോൾസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റിന് ഹോൾസ് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ കാണുന്ന രീതിയിൽ അലൻ ബോൾട്ടിനകത്ത് ഒരു വാഷർ കൂടി ഇട്ടിട്ട് ആ ഹോളിൽ കൂടെ നമ്മുടെ ആദ്യം ക്രോസ് ബാറിനകത്തിട്ട ആ പ്ലേറ്റ് വാഷറിനകത്ത് ഈ ബോൾട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ സ്ലീവ് എടുക്കുക. നമുക്ക് ഒരു ക്ലാമ്പിൽ 2 ബോൾട്ട് വരുന്നുണ്ട്. രണ്ടാമത്തെ സ്ലീവും ക്രോസ് ബാറിനകത്തോട് കയറ്റിയിട്ട് ക്ലാമ്പ് കുറച്ച് മുന്നോട്ടാക്കി രണ്ടാമത്തെ ഹോള് നമ്മുടെ സ്ലോട്ടിലുമായിട്ട് അലൈൻ ചെയ്തിട്ട് അടുത്ത അലൻ ബോൾട്ടും കൂടെ ഇട്ട് നമ്മുടെ ക്രോസ് ബാർ ടൈറ്റ് ചെയ്യുക. വാഷർ ഇടാൻ മറക്കരുത്. ഒരു മീഡിയം ടൈറ്റ് ചെയ്താൽ മതി. നമുക്ക് നമ്മുടെ ക്ലാമ്പ് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഫുൾ ടൈറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ആവാൻ പാടാണ്. അപ്പോൾ ഒരു മീഡിയം ടൈറ്റിൽ വയ്ക്കുക. നമ്മുടെ സെറ്റിൻ്റെ കൂടെ ഒരു അലൻ കീയും കിട്ടുന്നതാണ്. ആ അലൻ കീ വെച്ച് വേണം നമ്മൾ ഈ ബോൾട്ട് ടൈറ്റ് ചെയ്യാൻ. കുറച്ച് ലൂസ് ഇട്ട് വേണം ടൈറ്റ് ചെയ്ത് വയ്ക്കാൻ. അപ്പോൾ ഇവിടെ നമ്മൾ ക്രോസ് ബാറിൽ നമ്മുടെ ഫസ്റ്റ് ക്ലാമ്പ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് നമ്മുടെ വണ്ടിയിൽ ഫിക്സ് ചെയ്യേണ്ട ഒരു ചെറിയ ക്ലാമ്പ് കൂടെ ഉണ്ട്. ആ ക്ലാമ്പ് കൂടെ ഇതിനകത്ത് ഫിക്സ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ വണ്ടിയിൽ വെച്ചിട്ടും നമുക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവിടെ ഒന്ന് ക്ലിയറായിട്ട് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഫിക്സ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഈ ക്ലാമ്പിൻ്റെ ബോൾട്ട് ഒരു പ്രത്യേക ലോക്ക് ടൈപ്പാണ്. ഇപ്പോൾ ഇവിടെ കാണാം, ഈ ക്ലാമ്പിലൊരു സ്ക്വയർ കണക്കൊരു സ്ലോട്ടുണ്ട്. നമുക്ക് ഈ കിട്ടുന്ന ബോൾട്ടിനകത്തും ഒരു ലോക്ക് ടൈപ്പാണ്. ഈ ബോൾട്ടിൽ നോക്കിയാൽ കാണാം, ഒരു ചതുരം രീതിയിലാണ് ഇതിൻ്റെ അറ്റം ഇരിക്കുന്നത്. ഈ ചതുര ഭാഗമാണ് നമ്മുടെ ആ ക്ലാമ്പിൻ്റെ ആ ഹോളിൽ ലോക്കായി നിൽക്കുന്നത്, കറങ്ങാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇത് കണക്ക് ആ ബോൾട്ട് ആ കറക്റ്റ് ആ ചതുരം ഹോളിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ലോക്കായി നിൽക്കും. നമ്മൾ പുറത്ത് ടൈറ്റ് ചെയ്യുമ്പോൾ ഈ ബോൾട്ട് കറങ്ങാതിരിക്കാനാണ് ഇങ്ങനെ ഒരു സ്ലോട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ക്ലാമ്പ് നമ്മൾ സത്യത്തിൽ വണ്ടിയിൽ വെച്ചിട്ട് വേണം ഫിക്സ് ചെയ്യാൻ. ഇവിടെ ഞാൻ പക്ഷേ ഫിക്സ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഒന്ന് അസംബിൾ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോൾട്ട് വെച്ചതിന് ശേഷം ഈ ചെറിയ ക്ലാമ്പ് കൂടെ ഈ രീതിയിൽ വയ്ക്കുക. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും, ആ വലിയ ക്ലാമ്പിൽ ഒരു ട്രയാങ്കിൾ മാതിരി ഒരു ഷേപ്പുണ്ട്. നമ്മുടെ ഈ ചെറിയ ക്ലാമ്പ് ആ ട്രയാങ്കിൾ മാതിരി ഇരിക്കുന്നതിൻ്റെ ഏറ്റവും മേളത്തെ അവിടെ ലോക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ. അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു സ്പ്രിങ് വാഷറുണ്ട്. സ്പ്രിങ് വാഷർ ഇട്ടിട്ട് നമ്മുടെ ലാസ്റ്റ് കിട്ടുന്ന ഈ വലിയ നെട്ടും കൂടെ ഇട്ട് ടൈറ്റ് ചെയ്യുക. ഈ നട്ടിൻ്റെ മുറുക്കത്തിലാണ് നമ്മുടെ ഈ ക്രോസ് ബാർ അസംബ്ലി ഫുള്ള് വണ്ടിയിൽ ഫിറ്റായിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ക്രോസ് ബാർ അസംബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മുടെ ചെറിയ ക്ലാമ്പ് ഫസ്റ്റ് ഇളക്കി എടുക്കുക. എന്നിട്ട് നമ്മുടെ ക്രോസ് ബാർ സെറ്റ് എടുത്ത് വണ്ടിയുടെ മേളിൽ വെക്കുക. ചെറിയ ക്ലാമ്പ് ഉപയോഗിച്ച് കുറച്ച് മുമ്പ് കാണിച്ചതുപോലെ റൂഫ് റാക്ക് നമ്മുടെ വണ്ടിയിൽ ടൈറ്റാക്കി വെക്കുക.
ഇത്രയാണ് നമ്മുടെ റൂഫ് റാക്ക് ഇൻസ്റ്റലേഷൻ. ഇനി ഇത് വണ്ടിയിൽ ഫിക്സ് ചെയ്താൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. സീ യു.